ന്യൂ ഇയറിന് അടിപൊളി കുറേ ഗിഫ്റ്റ് കിട്ടണം എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത്തവണ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഗിഫ്റ്റുകളായിട്ട് എക്സാമിനർ ഫാമിലി എൻ്റെ കുട്ടികളുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ ഗിഫ്റ്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നറിയാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ക്യൂരിയോസിറ്റി ഒക്കെ ദേ മാറ്റി വെച്ചോ, ഇപ്പം തന്നെ മിസ് പറഞ്ഞുതരാം. അപ്പം നിങ്ങളെ കാത്ത് അതേ അടിപൊളി സ്മാർട്ട് വാച്ചുകളും അതേപോലെ തന്നെ ഇയർ ബഡ്സും നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക എന്ന് വന്നാലാണ് ഈ ഒരു ഗിഫ്റ്റൊക്കെ ആർക്കൊക്കെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ അനൗൺസ് ചെയ്യുക എന്നുള്ള അറിയണ്ടേ. യെസ്, അത് ദിവസം പറഞ്ഞുതരാം. ജാനുവരി 1 നമുക്ക് ഒരു അടിപൊളി ന്യൂ ഇയർ ലൈവ് നമ്മുടെ ചാനലിൽ നടക്കും. അപ്പോൾ ആ ഒരു ലൈവിൽ വെച്ചിട്ടായിരിക്കും ആരൊക്കെയാണ് നമ്മുടെ വിന്നേഴ്സ് എന്നുള്ളത് നമ്മൾ അനൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല ആർക്കൊക്കെയാണ് ഇത് കിട്ടുക എന്നുള്ളത് വെച്ച് പറഞ്ഞുതരാം. അതായത് നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 3 പേർ, യൂട്യൂബ് സ്റ്റുഡൻസിലെ 3 പേർക്കായിരിക്കും നമ്മുടെ സ്മാർട്ട് വാച്ച് സമ്മാനമായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അതുകൂടാതെ ഇനി നിങ്ങൾ നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓഫേഴ്സ് കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിന് നമുക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. ബാച്ചിലർ സ്റ്റുഡൻസിന് 7 പേർക്ക്, ഓക്കെ, നമ്മുടെ യൂട്യൂബിലെ സ്റ്റുഡൻസിന് 3 പേർക്കായിരിക്കും. അതേപോലെ തന്നെ ബാച്ചിലർ സ്റ്റുഡൻസിൽ നിന്നും 7 പേർക്ക്, അപ്പോൾ 2 പേർക്ക് സെപ്പറേറ്റ് ലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, 2 പേർക്ക് സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന 7 പേർക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇയർബഡും പിന്നെ അതേപോലെ തന്നെ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലേ. മിസ് ഞങ്ങൾക്ക് ഓൾറെഡി സ്മാർട്ട് വാച്ച് ഉണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് ഇയർബഡ് മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതാണ് വിന്നർ എന്നുള്ളത്, ആരാണ് വിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തന്നെ ഏതാണ് ഇയർബഡ് വേണമെങ്കിൽ ഇയർബഡ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് വാച്ച് വേണമെങ്കിൽ സ്മാർട്ട് വാച്ച് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമുക്ക് അടുത്ത് അറിയേണ്ടല്ലേ. ഈ ഒരു ഗിവ് അവേ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗിവ് അവേയുടെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അറിയണം. അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഈ ഒരു സമ്മാനം കിട്ടുക, നമുക്ക് ഇതിൻ്റെ വിജയമാകുക എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അതായത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ നമ്മുടെ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നിങ്ങളൊരു നമ്പർ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ ആപ്പിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ആ രജിസ്റ്റർ ചെയ്ത നമ്പർ എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ ഫോമിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സാം വിന്നറിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ബെൽ ബട്ടനൊക്കെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ന്യൂ ഇയർ ലൈവ് ഉണ്ടല്ലോ, ജാനുവരി 1 നടക്കുന്ന അടിപൊളി ലൈവ് ആയിരിക്കും. ആ ഒരു ന്യൂ ഇയർ ലൈവ് എന്ത് ചെയ്യുക, മാക്സിമം അല്ല മിനിമം എന്ത് ചെയ്യുക, മിനിമം ഒരു 5 ഫ്രണ്ട്സിനും പിന്നെ അതേപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു സ്ക്രീൻഷോട്ടും എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം അതെന്ത് ചെയ്യുക, താഴെ കാണും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും നമ്മുടെ ഗിവ് അവേ വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് ഈ ഒരു ഗിവ് അവയുടെ സമ്മാനങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വേഗം നേടിയെടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ നമ്മുടെ ജാനുവരി 1 നടക്കാൻ പോകുന്ന ന്യൂ ഇയർ ലൈവ് നമ്മൾ തകർത്തിരിക്കും, അടിച്ചു പൊളിക്കും.